ഹായ് ഓൾ, ഏസ്യൂർ എക്സാംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി.കോം കോഴ്സിൻ്റെ ബിസിനസ് എക്കണോമിക്സ് എന്ന സബ്ജക്റ്റാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ബിസിനസ് എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എക്കണോമിക്സ്. ഇതിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ് എക്കണോമിക്സിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്, ബേസിക് ടൂൾസ് ഓഫ് ബിസിനസ് എക്കണോമിക്സ് എന്ന ഒരു ആദ്യത്തെ ഭാഗം, ഫസ്റ്റ് മൊഡ്യൂൾ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ എന്താണ് ബിസിനസ് എക്കണോമിക്സ് എന്ന് നോക്കാം. വാട്ട് ഈസ് ദ മീനിങ്, അതുപോലെ തന്നെ ഡെഫിനിഷൻ നോക്കണം. സോ നമുക്ക് ഒരു ഡെഫിനിഷനും ഒരു മീനിങ്ങും പഠിച്ചു വെക്കാം. ഡെഫിനിഷൻ: അക്കോർഡിംഗ് ടു സ്പെൻസർ ആൻഡ് സീഗൽമാൻ, മാനേജറിയൽ എക്കണോമിക്സ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് എക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസ് ഫോർ ദ പേർപ്പസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിംഗ് ബൈ മാനേജ്മെൻറ്റ്. ഈ ഡെഫിനിഷനിൽ പറയുന്നത് മാനേജറിയൽ എക്കണോമിക്സ് എന്നാൽ, ഇപ്പം നമ്മൾ പറയും ബിസിനസ് എക്കണോമിക്സിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ പറയാൻ വേണ്ടി വന്നത്. എന്നാൽ ബിസിനസ് എക്കണോമിക്സിനെ പറയുന്ന മറ്റൊരു പേരാണ് മാനേജീരിയൽ എക്കണോമിക്സ്. അപ്പോൾ നമ്മുടെ ഡെഫിനിഷനിലെല്ലാം മാനേജീരിയൽ എക്കണോമിക്സ് എന്നാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഏത് യൂസ് ചെയ്താലും കുഴപ്പമില്ല, രണ്ടും സെയിം തന്നെയാണ്. സോ ബിസിനസ് എക്കണോമിക്സ് അല്ലെങ്കിൽ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇൻ്റഗ്രേഷൻ ഓഫ് ഇക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസ്. ബിസിനസ് പ്രാക്ടീസിൽ ബിസിനസ്സിൻ്റെ ബെറ്റർ പെർഫോമൻസിന് വേണ്ടിയിട്ട് എക്കണോമിക് തിയറി അപ്ലൈ ചെയ്യുന്നതിനെയാണ് മാനേജറിയൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോർ ദ പേർപ്പസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിംഗ് ബൈ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് ബെറ്റർ ഡിസിഷൻസ് എടുക്കാനും അതുപോലെ തന്നെ മുന്നോട്ടുള്ള കാലത്തേക്കുള്ള ബിസിനസ്സുകളെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ എക്കണോമിക് തിയറീനെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യും. സോ ആ ഒരു പ്രോസസ്സിനെയാണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മീനിങ് ആയിട്ട് പറയാനാണെങ്കിൽ ബിസിനസ് എക്കണോമിക്സ് ഈസ് കൺസേൺഡ് വിത്ത് ദ ആപ്ലിക്കേഷൻ ഓഫ് ഇക്കണോമിക് തിയറീസ് ടു ബിസിനസ് മാനേജ്മെൻറ്റ്. It is the application of economic concepts and theories in the process of managerial decision making. ഒരു ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് ഇക്കണോമിക് കോൺസെപ്റ്റ്സും തിയറീസും എല്ലാം അപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബിസിനസ് എക്കണോമിക്സ് അല്ലെങ്കിൽ മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു മീനിങ് മസ്റ്റായിട്ടും നിങ്ങൾ പഠിച്ചു നോക്കുക ഈ ഏരിയയിൽ. ഇനി നെക്സ്റ്റ് നോക്കാനുള്ളത് വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് ഓർ മാനേജീരിയൽ എക്കണോമിക്സ്. ബിസിനസ് അല്ലെങ്കിൽ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? കുറച്ച് പോയിൻറ്റ്സ് പറയാം. ഫസ്റ്റ് വൺ, ഇറ്റ് പ്രൊവൈഡ്സ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ മാനേജീരിയൽ ഡിസിഷൻസ്. മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ടൂൾസും ടെക്നിക്സും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഗിവ്സ് ആൻസേഴ്സ് ടു ബേസിക് പ്രോബ്ലംസ് ഓഫ് ബിസിനസ് മാനേജ്മെൻറ്റ്. ബിസിനസ് മാനേജ്മെൻറ്റിൽ വരുന്ന ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസിനെല്ലാം കുറേ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് വേരിയസ് ഇക്കണോമിക് വേരിയബിൾസ്. ഒരു ഡിസിഷൻസ് എടുക്കാനായിട്ടാണെങ്കിൽ എക്കണോമിക് വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇറ്റ് പ്രൊവൈഡ് ടൂൾസ് ഫോർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്രോഫിറ്റ് പ്ലാനിങ്. ഒരു ബിസിനസ്സിൻ്റെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അതുപോലെ തന്നെ പ്രോഫിറ്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൂൾസായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഫോർമുലേഷൻ ഓഫ് ബിസിനസ് പോളിസീസ്. ബിസിനസ്സിൻ്റെ പോളിസികളൊക്കെ ഉണ്ടാക്കാനും ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. Then it helps in deciding optimum quantities of output, cost, പ്രൈസ് ആൻഡ് പ്രോഫിറ്റ്. ബിസിനസ്സിന് എപ്പോഴും ഓപ്റ്റിമം റിസൾട്ടാണ് കിട്ടുന്നത്, അല്ലേ? ഏറ്റവും മിനിമം യൂസ് ചെയ്ത് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന ആ ഒരു ഓപ്റ്റിമം സ്റ്റേജ് ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബിസിനസ് എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ബിസിനസ് പോളിസീസ്. ബിസിനസ് പോളിസികളുടെ എല്ലാം ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു അടിത്തറ എന്ന് പറയുന്നത് മാനേജീരിയൽ എക്കണോമിക്സ് ആണ്. Then business policies are formulated on the basis of tools and techniques of managerial economics. മാനേജീരിയൽ അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സിൻ്റെ ടൂൾസും ടെക്നിക്സും എല്ലാം യൂസ് ചെയ്തിട്ടാണ് ബിസിനസ് പോളിസീസൊക്കെ ഉണ്ടാകുന്നത്. Then it assists the management to identify and understand both external and internal factors that influence the business. ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള തന്നെയുള്ള ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഔട്ട്സൈഡ് ദ ബിസിനസ്. അങ്ങനെയുള്ള ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിന് അവർക്ക് ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ബിസിനസ് എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എക്കണോമിക്സ്. നെക്സ്റ്റ് വണ്ണാണ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സ്. ബിസിനസ് എക്കണോമിക്സിൻ്റെ സ്കോപ്പ്.
അതായത് ഏതൊക്കെ ഏരിയാസിലാണ് ബിസിനസ് എക്കണോമിക്സ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. സോ മെയിനായിട്ടും 4 ഏരിയാസാണ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സിൽ വരുന്നത്. ഇതിലധികവും ഉണ്ട്, പക്ഷേ നിങ്ങൾ ഈ 4 ഏരിയാസ് മസ്റ്റായിട്ടും പഠിച്ചു വെക്കുക. ഫസ്റ്റ് വണ്ണാണ് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. സെക്കൻഡ് വൺ കോസ്റ്റ് അനാലിസിസ്. നെക്സ്റ്റ് വൺ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ദെൻ അഡ്വർടൈസ്മെൻറ്റ്. എന്താണ് ഡിമാൻഡ് അനാലിസിസ് ആൻഡ് ഫോർകാസ്റ്റിംഗ്? നമുക്കറിയാം, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് ബിസിനസ് ആണെങ്കിൽ അവരുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവും, ഫ്യൂച്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് വരാം, ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ ഡിസിഷൻസ് ഇപ്പോഴും എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇങ്ങനെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നതിന്, ഫ്യൂച്ചറിൽ പ്രൊഡക്റ്റിന് എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് എക്കണോമിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ കോസ്റ്റ് അനാലിസിസ്, ദാറ്റ് ഈസ് കോസ്റ്റ് എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു എലമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റ് എത്രത്തോളം വരുമെന്ന് ആദ്യമേ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് എടുക്കണോ വേണ്ടയോ, അപ്പം അങ്ങനെയുള്ള ക്രൂഷ്യലായിട്ടുള്ള മാനേജറിയൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ലെവൽസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഗുഡ്സോ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ഇൻവെൻട്രി കീപ്പ് ചെയ്യണം എന്ന് അനലൈസ് ചെയ്യുന്നതാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. ഒരു ഒപ്റ്റിമം ലെവൽ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഇൻവെൻട്രി മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ കോസ്റ്റ് കൂടുതലിട്ട് ചിലവ് കൂടാനുള്ള സാഹചര്യം ഉണ്ടാവും. സോ ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ഏരിയയിലും ബിസിനസ് എക്കണോമിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ അഡ്വർടൈസ്മെൻറ്റ്. ബിസിനസ് എക്കണോമിക്സ് പ്ലേസ് എ മെയിൻ റോൾ ഇൻ ഡിറ്റർമൈനിങ് ദ ടോട്ടൽ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് ആൻഡ് ബഡ്ജറ്റിംഗ്. അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് അതുപോലെ തന്നെ ബഡ്ജറ്റിങ്ങിൻ്റെ ഏരിയയിലെല്ലാം ബിസിനസ് എക്കണോമിക്സ് മേജറായിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ബിസിനസ് എക്കണോമിക്സ് യൂസ് ചെയ്തിട്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ ഇമ്പാക്റ്റ് അസസ് ചെയ്യും. യൂസ് ചെയ്ത കോസ്റ്റിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത കോസ്റ്റിന് തുല്യമായിട്ടുള്ള റിട്ടേൺ കിട്ടുന്നുണ്ടോ, ദെൻ ഇനി ഏതൊക്കെ ഏരിയാസിലാണ് കൂടുതൽ അഡ്വർടൈസ്മെൻറ്റ്സ് വേണ്ടത്, ഇങ്ങനെയുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്ഫുള്ളാണ്. സോ ഈ 4 പോയിൻറ്റ്സ് ആണ് സ്കോപ്പ് ഓഫ് ബിസിനസ് എക്കണോമിക്സിൽ വരുന്നത്. നെക്സ്റ്റ് ഏരിയ ആണ് ടൂൾസ് ഓഫ് ബിസിനസ് എക്കണോമിക്സ്. ദ ബേസിക് എക്കണോമിക് ടൂൾസ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്, ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, മാർജിനൽ പ്രിൻസിപ്പിൾ. ഇങ്ങനെ 5 ടൂൾസാണ് ബിസിനസ് എക്കണോമിക്സിൽ വരുന്നത്. ഫസ്റ്റ് വൺ ആണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ബൈ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഡിസിഷൻ ഈസ് മെൻറ്റ് ദ സാക്രിഫൈസ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് റിക്വയർഡ് ബൈ ദാറ്റ് ഡിസിഷൻ. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്ത ഓൾട്ടർനേറ്റീവ് ഡിസിഷൻസ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഒരു ബിസിനസ്മാൻ്റെ അടുത്ത് കുറച്ച് ഫണ്ട്സ് ഉണ്ട്, കുറച്ച് എമൗണ്ട് കയ്യിലുണ്ട്. ആ വ്യക്തി അയാളുടെ സ്വന്തം ബിസിനസ്സിൽ അത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നൊരു ഡിസിഷൻ എടുത്തു. അയാൾക്കൊരു ഓൾട്ടർനേറ്റീവ് ഡിസിഷൻ ഉണ്ടായിരുന്നു, വേറെ ഏതെങ്കിലും റിട്ടേൺ കിട്ടുന്ന വെഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, FD ആയിട്ടിടാം, വേറെ ഏതെങ്കിലും ബിസിനസ്സിൻ്റെ ഷെയർസ് പർച്ചേസ് ചെയ്യാം, അങ്ങനെ അയാൾക്ക് റിട്ടേൺ കിട്ടും. പക്ഷേ അയാൾ ആ ഒരു ഡിസിഷൻ ഒഴിവാക്കി സ്വന്തം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ അയാൾ മുമ്പ് എടുക്കാനിരുന്ന മറ്റൊരു ഡിസിഷനിലൂടെ നഷ്ടമാകുന്ന ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, അതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അല്ലെങ്കിൽ ആ വരുന്ന ഒരു സാക്രിഫൈസിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ബിസിനസ് എക്കണോമിക്സിൻ്റെ ഒരു ടൂളാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ്. ഇൻക്രിമെൻ്റൽ കോസ്റ്റ് കൺസെപ്റ്റ് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് ദ ഇമ്പാക്റ്റ് ഓഫ് ഡിസിഷൻ ഓൾട്ടർനേറ്റീവ് ഓൺ കോസ്റ്റ് ആൻഡ് റവന്യൂ, emphasizing the changes in total cost and total revenue resulting from changes in price, product, procedure, investments or whatever may be at stake in the decisions. അതായത് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസിഷൻ എടുത്തതിൻ്റെ ഇമ്പാക്റ്റിൽ ടോട്ടൽ കോസ്റ്റുകളിലും ടോട്ടൽ റവന്യൂവിലും വരുന്ന വ്യത്യാസം, അതിനെയാണ് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. മാനേജീരിയൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് എക്കണോമിക്സിൽ ഒരു ടൈം പെർസ്പെക്റ്റീവ് ഒരു ടൂളാണ്. എക്കണോമിക്സിന് മെയിനായിട്ടും എല്ലാ കാര്യങ്ങളും ഷോർട്ട് റൺ ആൻഡ് ലോങ് റണ്ണിലാണ് സ്റ്റഡി നടത്തുന്നത്. അപ്പം ഷോർട്ട് റൺ ഡിസിഷൻസും ഉണ്ടാവും, ലോങ് റൺ ഡിസിഷൻസും ഉണ്ടാവും. സോ ഈ ഒരു ടൈം പെർസ്പെക്റ്റീവും ബിസിനസ് എക്കണോമിക്സിൻ്റെ ഒരു ടൂളാണ്.
ദെൻ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഈസ് അനദർ ടൂൾ. ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണി എന്നൊക്കെ പറയൂലേ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഫണ്ടമെൻ്റൽ ഐഡിയാസ് ഇൻ ഇക്കണോമിക്സ് ഈസ് ദാറ്റ് റുപ്പി ടുമാറോ ഈസ് വർത്ത് ലെസ് ദാൻ റുപ്പി ടുഡേ. അതായത് നാളത്തെ 1 രൂപ ഇന്നത്തെ 1 രൂപയേക്കാൾ മൂല്യം കുറവായിരിക്കും. നമുക്കറിയാം പണ്ട് കാലത്ത് 100 രൂപയുടെ വാല്യൂൻ്റെ അത്രയില്ല ഇന്നത്തെ കാലത്തെ 100 രൂപ എന്ന് പറയുന്നത്. ആ ഒരു ടൈം വാല്യൂ ഓഫ് മണി ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് അനദർ ടൂൾ ഓഫ് ബിസിനസ് എക്കണോമിക്സ്. നെക്സ്റ്റ് വൺ ആണ് ഇക്വിമാർജിനൽ പ്രിൻസിപ്പിൾ. ദിസ് ഡീൽസ് വിത്ത് അലോക്കേഷൻ ഓഫ് ആൻ അവൈലബിൾ റിസോഴ്സസ് എമംഗ് ദ ഓൾട്ടർനേറ്റീവ് ആക്ടിവിറ്റീസ്. അതായത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് പല ആക്ടിവിറ്റീസിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നതാണ് ഇക്വിമാർജിനൽ പ്രിൻസിപ്പിളിൽ പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ആൻ ഇൻപുട്ട് ഷുഡ് ബി അലോക്കേറ്റഡ് ദാറ്റ് ദ വാല്യൂ ആഡഡ് ബൈ ദ ലാസ്റ്റ് യൂണിറ്റ് ഈസ് സെയിം ഇൻ ഓൾ കേസസ്. അതായത് അലോക്കേറ്റ് ചെയ്യുമ്പം ഈക്വലി അലോക്കേറ്റ് ചെയ്യുക. ലാസ്റ്റ് യൂസ് ചെയ്തപ്പം കിട്ടിയ ആ ഒരു വാല്യൂ ആഡ് ചെയ്ത രീതിയിൽ തന്നെയായിരിക്കണം എല്ലാ കേസിലും അത് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു പ്രിൻസിപ്പിളിനെയാണ് ഇക്വിമാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെടുന്നത്. സോ ഇതൊക്കെയാണ് ബേസിക് ടൂൾസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. ദാറ്റ് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇൻക്രിമെൻ്റൽ പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്, ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, ഇക്വിമാർജിനൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഒരു ഏരിയ മാത്രമാണ്. എന്താണ് ബിസിനസ് എക്കണോമിക്സ്, മീനിങ്, ഡെഫിനിഷൻ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്, ബേസിക് ടൂൾസ് ഓഫ് ബിസിനസ് എക്കണോമിക്സ്. ഈ ഏരിയ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂടാതെ മറക്കാതെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.